നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ കേരള PSCയുടെ പരീക്ഷകളിൽ നിരന്തരം ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് കമ്പനി ബോർഡ് LGS മറ്റ് പല എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ആവർത്തന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്കത് ക്വസ്റ്റ്യനും ആൻസറും ചെയ്തു പോകാം. ഫസ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഓപ്ഷൻ എ ദേശാഭിമാനി, ഓപ്ഷൻ ബി സ്വദേശി മിത്രം, സി രാജ്യസമാചാരം, ഡി യങ് ഇന്ത്യ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ എ എവറസ്റ്റ്, ബി ഗോഡ്വിൻ ഓസ്റ്റിൻ, സി കാരക്കോറം, ഡി ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ എ പമ്പ, ബി ഭാരതപ്പുഴ, സി പെരിയാർ, ഡി കബനി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്, മൂന്നാം സ്ഥാനം പമ്പയ്ക്കാണ്. രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്ക്, മൂന്നാം സ്ഥാനം പമ്പയ്ക്കാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏതു നദിയിലാണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏതു നദിയിലാണ്? ഓപ്ഷൻ എ മഹാനദി, ബി ഗോദാവരി, സി കാവേരി, ഡി നർമ്മദ. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണുള്ളത്? മഹാനദിയിലാണ്. മഹാനദി. ഹിരാക്കുഡ് മഹാനദി. ഹിരാക്കുഡ് മഹാനദി. ഹിരാക്കുഡ് നദി തട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? കടുവ, ആന, വരയാട്, കുരങ്ങ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ഇരവികുളം ദേശീയ പാർക്ക് അല്ലേ, വലിയ ദേശീയ പാർക്ക്, ആദ്യത്തേതാണ് വരയാട്. ഇരയും വരയും. ഇരവികുളം ദേശീയ പാർക്കിൽ വരയാടാണ്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടാണ്. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മിനിക്കോയ്, ബി അഗത്തി, സി കവരത്തി, ഡി ആന്ത്രോത്ത്. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഏതാണ്? ആൻസർ കവരത്തിയാണ്. കവരത്തി ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഏതാണ്? കവരത്തി. അടുത്തത്, വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏതു കൃതിയിൽ നിന്നാണ്? വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നും ആണ്? ഓപ്ഷൻ എ നീൽദർപ്പൺ, ബി ഗീതാഞ്ജലി, സി സേവാസദൻ, ഡി ആനന്ദമഠം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നുമാണ്? ആനന്ദമഠം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ്. ആനന്ദമഠം. അടുത്തത്, പഞ്ചശീല തത്വങ്ങളിൽ നിന്നും ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ബി ജവഹർലാൽ നെഹ്റു, സി മൊറാർജി ദേശായി, ഡി രാജീവ് ഗാന്ധി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. പഞ്ചശീല ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം കൽക്കട്ട, മുംബൈ,
ബാംഗ്ലൂർ, ഹൈദരാബാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? മുംബൈയാണ്. മുംബൈയാണ് പരുത്തി ഉൽപ്പാദന കേന്ദ്രം. അടുത്തത് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, ഓപ്ഷൻ ബി സമുദ്രഗുപ്തൻ, സി ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, ഡി അശോകൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ എ ഡൽഹി, ബി മുംബൈ, സി മംഗലാപുരം, ഡി ചെന്നൈ. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ലോക വനിതാ ദിനം മാർച്ച് 8, മാർച്ച് 1, ജനുവരി 1, ജൂൺ 5. ലോക വനിതാ ദിനം എന്നാണ് മാർച്ച് 8. സ്കൂളിൻ്റെ എക്സാം ടൈം മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1526, ഓപ്ഷൻ ബി 1500, ഓപ്ഷൻ സി 1757, ഓപ്ഷൻ ഡി 1857. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഏതാണ്? 1526 ആണ്. പാനിപ്പത്ത് 1526 പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം 1526. പാനിപ്പത്ത് അല്ലേ? ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഏതാണ്? 1526. 1526 പാനിപ്പത്ത് 1526. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പറയാം, ഭക്രാനങ്കൽ, ബി കോസി പദ്ധതി, സി രാജസ്ഥാൻ, ഡി നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഭക്രാനങ്കൽ. വിവിധ ഉദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഭക്രാനങ്കൽ. വിവിധങ്ങളായ ഉദ്ദേശത്തോടു കൂടിയുള്ള പദ്ധതിയാണ് ഭക്രാനങ്കൽ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ല. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ല. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ, പത്തനംതിട്ട ജില്ല. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ല. ആനകൾ ധാരാളമില്ലേ? ശബരിമല സീസണൊക്കെ ആകുമ്പോൾ അങ്ങനെ ഓർക്കാം. ആനകൾ ഗവി ഒക്കെ ഓർത്തിരിക്കാം. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ല. നെക്സ്റ്റ്, ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1789, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1776, ഓപ്ഷൻ ഡി 1783. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ്? ആൻസർ 1789. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. 1789 ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് 7 1789. നെക്സ്റ്റ് വൺ, ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്. ബേക്കൽ കോട്ട ഏത് ജില്ലയിൽ ആണുള്ളത്? ആൻസർ കാസർഗോഡ് ജില്ല. ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ല. ബേക്കൽ കോട്ട എവിടെയാണ്? കാസർഗോഡ് ജില്ല. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന്
വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം, ബി മലയാളി മെമ്മോറിയൽ, സി ക്ഷേത്രപ്രവേശന വിളംബരം, ഡി ഗുരുവായൂർ സത്യാഗ്രഹം. ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം, ബി സതീഷ് ധവാൻ, സി വിക്രം സാരാഭായ്, ഡി ബ്രഹ്മപ്രകാശ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ ജില്ല ഏതാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. ഇ സാക്ഷരതാ ജില്ല കണ്ണൂർ ജില്ല. ഇ സാക്ഷരതാ ജില്ല കണ്ണൂർ ജില്ല. അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്, ബി കേരളം, സി ആസാം, ഡി ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയത് ഏത് രാജാവാണ്? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു, ബി കാനിങ് പ്രഭു, സി വില്യം ബെൻറ്റിക്, ഡി ലിട്ടൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത് 1905. നെക്സ്റ്റ് വൺ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആരാണ്? ഓപ്ഷൻ എ KM പണിക്കർ, ബി VP മേനോൻ, സി ഫസൽ അലി, ഡി BR അംബേദ്കർ. ആൻസർ VP മേനോൻ. VP മേനോൻ. VP മേനോൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ എ ഭാരതരത്നം, ബി കീർത്തിചക്രം, സി പരമശ്രീ, ഡി പരമവീർ ചക്രം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏതാണ്? ഭാരതരത്നം. സിവിലിയൻ പുരസ്കാരം ഏതാണ്? ഭാരതരത്നം. സിവിലിയൻ പുരസ്കാരം ഭാരതരത്നം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻ എ K കേളപ്പൻ, ബി E മൊയ്തു മൗലവി, സി പി കൃഷ്ണപിള്ള, ഡി K മാധവൻ നായർ. K കേളപ്പൻ എന്നറിയപ്പെടുന്നത് ആരാണ്? K കേളപ്പൻ. കേരള ഗാന്ധിയാണ് K കേളപ്പൻ. ആൻസർ K കേളപ്പൻ കേട്ടോ. കേരള ഗാന്ധി K കേളപ്പൻ. കേരള ഗാന്ധി ആരാണ്? K കേളപ്പൻ. കേരള ഗാന്ധി K കേളപ്പൻ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ എ പൂക്കോട്ട് കായൽ. പൂക്കോട്ട് കായൽ. ബി വെള്ളായണി കായൽ. വെള്ളായണി കായൽ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വെള്ളായണി കായൽ. ഓക്കെ. ഏനമാക്കൽ കായൽ. ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം. ഇതിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിച്ചേക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ഏതാണ്? ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. ശാസ്താംകോട്ട തടാകം. ശുദ്ധജലം ശാസ്താംകോട്ടയിലാണ് ഉള്ളതെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ,
ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ എ ദോഡാബെട്ട, ബി ആനമുടി, സി മഹേന്ദ്രഗിരി, ഡി മഹാബലേശ്വർ. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ആനമുടി. ആൻസർ ആനമുടി. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ആനമുടി. അടുത്തത് കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത. ഓപ്ഷൻ എ NW1, NW2, NW3, NW4. കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3, കൊല്ലം കോട്ടപ്പുറം. ദേശീയ നാഷണൽ അല്ലേ, നാഷണൽ ജലപാത വാട്ടർ NW3 ആണ് കേരളത്തിലെ ദേശീയ ജലപാത. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ എ പാലക്കാട്, ബി ആലപ്പുഴ, സി വയനാട്, ഡി കോട്ടയം. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ ദേശീയ ഉത്സവം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? ദേശീയ ഉത്സവം ഏതാണ്? ഓപ്ഷൻ എ വിഷു, ഓപ്ഷൻ ബി ഓണം, ഓപ്ഷൻ സി നവരാത്രി, ഓപ്ഷൻ ഡി ശിവരാത്രി. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണ്? ദേശീയ ഉത്സവം ഏതാണ്? ദേശീയ ഉത്സവം ഓണം. കേരള ദേശീയ ഉത്സവം ഓണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. താങ്ക് യു.